കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. സഞ്ചാരികൾക്കായി കൊല്ലത്തെ ഏറ്റവും വലിയ ജലപാത. പാൽ പോലെ പതഞ്ഞൊഴുകി പാലരുവി. കുളിച്ചുല്ലസിക്കാൻ സഞ്ചാരികൾ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ജലപാതമായ പാലരുവി തുറന്നതോടെ പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങി. കൂറ്റൻ പാറയ്ക്ക് മുകളിൽ നിന്ന് 300 അടി താഴ്ചയിലേക്ക് പതിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ കഴുതുരുട്ടി ആറിലേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തുള്ള അപകടരഹിതമായ സ്ഥലത്താണ് കുളിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ പ്രധാന വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശന അനുമതിയില്ല. പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ആദ്യം പതിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കാനും അതിന് താഴെ നിന്ന് കുളിക്കാനുമുള്ള സജ്ജീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കുളിക്കടവിൽ നേരത്തെ ഉണ്ടായിരുന്ന വലിയ പാറകൾ പൊട്ടിച്ചു മാറ്റിയും ആഴം ക്രമീകരിച്ചും സഞ്ചാരികൾക്ക് സുരക്ഷിതമായി കുളിക്കാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 17 ലക്ഷം രൂപ ചെലവഴിച്ച് ജലസേചന വകുപ്പ് മുഖേന നടപ്പാക്കിയ നവീകരണത്തിൽ കൈവരികളും ചെറുപാലവും ഒരുക്കിയാണ് ഇവിടം സുരക്ഷിതമാക്കിയത്. കൂടുതൽ സൗകര്യങ്ങൾ വന്നതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പാലരുവിയിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന സീസൺ. 3000-ഓളം സഞ്ചാരികൾ ദിവസവും എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബസ്സിൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്താനാകൂ. സ്വകാര്യ വാഹനങ്ങൾക്ക് ജലപാതത്തിലേക്ക് പ്രവേശനമില്ല. ദേശീയപാതയ്ക്ക് സമീപത്തെ കൗണ്ടറിൽ നിന്ന് പാസ് എടുത്ത് പാലരുവി ഇക്കോ ടൂറിസത്തിൻ്റെ വാഹനത്തിൽ ജലപാതത്തിലെത്താം. ബസ് ഫീ അടക്കം 70 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. 4 ബസ്സാണ് യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് ടിക്കറ്റ് നൽകുക. സന്ദർശകർക്ക് സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.